നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്കോ? പുടിനുമായുള്ള ചർച്ചകൾ വിജയകരമെന്ന് ട്രംപ്. വെടിനിർത്തൽ ധാരണ റഷ്യ വൈകിപ്പിക്കരുതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. മുസ്ലിം സംവരണ വിഷയത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെതിരെ BJP. കോൺഗ്രസ് സർക്കാരിൻ്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. മതസംവരണം ഭരണഘടനാ വിരുദ്ധമെന്നും രവിശങ്കർ പ്രസാദ്. ഭാഷാ വിവാദത്തിൽ DMKക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. DMK നേതാക്കളുടേത് കപട തമിഴ് വാദമെന്ന പവൻ കല്യാൺ. തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നത് നിർത്തുമോ എന്നും ആന്ധ്ര ഉപമുഖ്യമന്ത്രി. വനിതാ ക്രിക്കറ്റ് ലീഗിൽ കലാശപ്പോരാട്ടം. മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം രാത്രി 8-ന്. പ്രീമിയർ ലീഗിൽ ഇന്ന് 4 പോരാട്ടങ്ങൾ. സിറ്റിയും നോട്ടിംഗ്ഹാമും കളത്തിൽ. പാക് ക്രിക്കറ്റ് ടീമിലെ മതവിവേചനം തുറന്നു പറഞ്ഞ ദാനിഷ് കനേറിയ. ഇസ്ലാം മതം സ്വീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു. ഹിന്ദുവായതിനാൽ കരിയർ നശിപ്പിച്ചതെന്നും മുൻ പാക് ബൗളർ. SpaceX ക്രൂ 10 വിക്ഷേപണം വിജയകരം. ദൗത്യം ഫ്ലോറിഡയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4:33-ന്. പേടകത്തിൽ 4 ബഹിരാകാശ യാത്രികർ. ലക്ഷ്യം സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാം. വിശദമായ വാർത്തകളിലേക്ക്. വെടിനിർത്തൽ ധാരണ റഷ്യൻ പ്രസിഡന്റ് വൈകിപ്പിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വോളഡിമർ സെലൻസ്കിയും ഇതേ നിലപാടെടുത്തിരുന്നു. വൈകാതെ പുടിന് ചർച്ചകളുടെ ഭാഗമാകേണ്ടി വരുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. യുക്രൈൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗത്തിലാണ് സ്റ്റാമർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, യുക്രൈനിൽ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് വീണ്ടും ചില അസ്വാരസ്യങ്ങൾ, നിലപാട് മാറ്റം ഉടലെടുക്കുന്നത്. തീർച്ചയായും വിഷ്ണു, ഈ ശാശ്വത സമാധാനത്തിൻ്റെ വഴിയിലാണ് ഇത്തരത്തിൽ നേരത്തെ ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലുള്ള അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 26ഓളം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു യോഗം, ഒരു വെർച്വൽ യോഗമാണ് നടന്നത്. ആ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. നേരത്തെ വന്ന വളരെ കൃത്യമായൊരു നിലപാടായിരുന്നു. റഷ്യ ഇന്നല്ലെങ്കിൽ നാളെ വെടിനിർത്തലിനെ അനുകൂലിക്കേണ്ട സാഹചര്യമുണ്ടാകും, അവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു അല്പസമയം മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞത്. മറ്റൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ വെർച്വൽ സമ്മിറ്റിൽ സുരക്ഷാ ഗ്യാരണ്ടി, അതായത് യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നും അത് നടപ്പാക്കുമെന്നും പറഞ്ഞിരുന്നു. അത് ഈ യോഗത്തിലും ആ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഓപ്പറേഷണൽ ഫേസ്, അതല്ലെങ്കിൽ അത് നടപ്പാകാൻ പോകുന്നു, അത്തരത്തിലുള്ള സൈനിക സഹായങ്ങൾ ലഭ്യമാക്കുന്ന നീക്കങ്ങൾ നടപ്പാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കെയർ സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ $2.7 മില്യൺ ചില സൈനിക ഇടപാടുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സൈനിക സഹായം നൽകുന്നതിന് 2.5% അഡീഷണൽ അലൊക്കേഷൻ നൽകുക സൈന്യത്തിൻ്റെ ചെലവിലേക്ക്, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സ്റ്റാമറുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അത് യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു നീക്കങ്ങളായിരുന്നു. അത്തരത്തിൽ യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൺസോർഷ്യം ശ്രമിക്കുന്നത് എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത് യുക്രൈനിലെ സമാധാന പുനഃസ്ഥാപനം അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന ആ ഉത്തരവാദിത്വം അമേരിക്കയുടേത് മാത്രമായി കണക്കാക്കാനാവില്ല എന്ന കൃത്യമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. യുക്രൈന് സൈനിക സഹായം അമേരിക്ക നിർത്തലാക്കി അത് പുനഃസ്ഥാപിക്കുമെന്ന ചില നിലപാടുകളെല്ലാം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഈ സൈനിക സഹായം ഉൾപ്പെടെ നൽകുന്നതിനുള്ള നീക്കങ്ങളാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ബ്രിട്ടൻ പിന്തുണയ്ക്കുന്ന, ബ്രിട്ടൻ ഒത്തുചേർത്ത രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുക്രൈനെ ഈ വെടിനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ, അതായത് 30 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാകുകയാണെങ്കിൽ അപ്രതീക്ഷിതമായ
ശക്തമായ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ശക്തമായി തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ നിലപാടാണ് സ്റ്റാമറുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സൈനിക സഹായം നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ സൈനിക സഹായം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ സൈനിക സഹായവും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ കൈമാറ്റവും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡാറ്റകളും നമുക്കറിയാവുന്നതാണ്. ഈ ആധുനിക യുദ്ധതന്ത്രത്തിലെല്ലാം തന്നെ വിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും പ്രയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ വളരെ പരമപ്രധാനമാണ് പ്രതിരോധം തീർക്കുന്നതിന്. അത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നതിനുള്ള ഡാറ്റ ലഭ്യമാക്കുന്നതിനുള്ള ആ ഒരു സംവിധാനം പോലും ട്രംപ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു യുക്രൈനുമായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലാണോ ഈ ചർച്ചകൾ നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും സൈനിക സഹായം നൽകുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ ഒരുക്കുന്നതിന് 26 രാജ്യങ്ങളും തയ്യാറാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. പുടിനുമായി സംസാരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പുടിനുമായി സംസാരിച്ച സംഭവമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒന്നൊന്നായി ഇത്തരത്തിൽ വെടിനിർത്തലിനെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക, കൃത്യമായ വെടിനിർത്തൽ ധാരണയിലെത്താനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന നീക്കം വളരെ കൃത്യമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ തന്നെ നേരിട്ട് ഇടപെട്ട് 2400ഓളം വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ 2400ഓളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ട്രാവൽ ബാനും അതുപോലെ തന്നെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ മറ്റു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, അത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുകയും അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം തന്നെ റഷ്യയെ കൂടുതൽ റഷ്യക്കാരായ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ്റെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങളിലെ റഷ്യൻ പൗരന്മാരുടെയും അവരുടെ റഷ്യൻ പൗരന്മാരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഉപരോധവും അതുപോലെ തന്നെ ട്രാവൽ ബാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. അത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കുക റഷ്യയെ എന്ന കൃത്യമായൊരു സ്ട്രാറ്റജി നടപ്പാക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജി നടപ്പാക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് റഷ്യയെ നിർബന്ധിക്കുക എന്നാണ്. അത്തരത്തിലൊരു സമാധാന ചർച്ചയിലേക്ക് റഷ്യ എത്തുകയാണെങ്കിൽ, നേരത്തെ റഷ്യ പറഞ്ഞിരുന്ന കാര്യം ഏറെ ഗൗരവമുള്ളതാണ്. അതായത് എന്താണോ ഈ പ്രശ്നത്തിന് അടിസ്ഥാന കാരണം, 3 വർഷം മുമ്പ് യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണത്തെ പരിഹരിക്കേണ്ടതുണ്ട്. അത് കൃത്യമായും ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല കക്സ് റീജിയനിലെ ചില സിറ്റികളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും അത്തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ട്രംപ് അത്തരം വലിയൊരു സൈനിക സംവിധാനങ്ങൾ, സൈനിക വ്യൂഹം നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം യുക്രൈനിലും അതുപോലെ റഷ്യൻ അതിർത്തിയിലുമുണ്ട്. ഈ പ്രശ്നം അത് വലിയൊരു വിഷയമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കലാപവും മനുഷ്യക്കുരുതിയുമായി അത് മാറുമെന്ന് ട്രംപ് തന്നെ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും ചേർന്ന് വരുന്നു, എല്ലാം ഒരു വേദിയിലേക്ക് എത്തുന്നു. അത് വെർച്വലി ഒരു യാഥാർത്ഥ ഫിസിക്കലി ഒരു വേദിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടി എല്ലാം ഒരു വേദിയിലേക്ക് ചർച്ചകൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. സ്വാഭാവികമായും ഇത് വെടിനിർത്തലിനുള്ള ഒരു അനുകൂല ഘടകമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച ഈ ആശങ്കയും പുറത്തു വരുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചകൾ വിജയകരമെന്ന് ട്രംപ്. യുക്രൈൻ യുദ്ധം ശാശ്വതമായൊരു സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അതേസമയം യുക്രൈനെ സൈനികമായി ആക്രമിക്കരുതെന്ന് പുടിനോട് ആവശ്യപ്പെട്ടതായും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ ധാരണ അംഗീകരിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ റഷ്യൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രതിനിധികൾ മോസ്കോയിലെത്തി വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിക്കുന്നതിനുള്ള വഴി തെളിഞ്ഞു. പക്ഷേ റഷ്യൻ സൈന്യം യുക്രൈനെ വലയം ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ അത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയായിരിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അക്കാരണത്താൽ തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ട്രംപ് പുടിനോട് അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതല്ലെന്ന് ഇന്നലെ സെലൻസ്കി പറഞ്ഞിരുന്നു. എന്നാൽ സെലൻസ്കിയുടെ വാദത്തെ അംഗീകരിക്കുന്ന നിലപാടല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വെടിനിർത്തൽ ധാരണ അംഗീകരിക്കണമെന്ന ആവശ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടിനോട് നടത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിനു മുമ്പ് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത സംഭവത്തിന് പിന്നിൽ ഭാരതമാണെന്ന പാകിസ്ഥാന്റെ പ്രസ്താവന തള്ളി വിദേശകാര്യ മന്ത്രാലയം. അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം
പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പാക് വിദേശകാര്യ വക്താവ് ഷൗക്കത്ത് അലി ഖാനാണ് ജാഫർ ട്രെയിൻ തട്ടിയെടുത്തതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് ആരോപിച്ചത്. ഇതിന് ശക്തമായ ഭാഷയിൽ ഭാരതം മറുപടി നൽകി. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഇത് മറ്റു രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഭീകരതയെ കയറ്റി അയക്കുന്ന ശൈലി ആരുടേതെന്ന് ലോകരാജ്യങ്ങൾക്കറിയാമെന്നും ഇന്ത്യ പ്രസ്താവനയിലൂടെ തിരിച്ചടിച്ചു. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോരാടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തത്. സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സൈനിക അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കുന്നത് 1948-ലാണ്. അന്നു മുതൽ പാകിസ്ഥാനിൽ നിന്നും മോചനം ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ അക്രമാസക്തമാകുന്നത്. ജനം, ഡൽഹി. ഭാഷാ വിവാദത്തിൽ DMK-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. DMK നേതാക്കളുടേത് കപട തമിഴ് വാദമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദിയെ എതിർക്കുന്നവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തമിഴ് സിനിമകളെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നത് നിർത്തുമോ എന്നും പവൻ കല്യാൺ ചോദിച്ചു. ത്രിഭാഷാ നയത്തെയും ഹിന്ദി ഭാഷയെയും എതിർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിച്ചാൽ മതിയെന്ന സ്റ്റാലിൻ സർക്കാരിന്റെ വിവാദ നടപടികളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാൺ. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റാൻ അനുവദിക്കുന്നവർ തന്നെ ഹിന്ദി ഭാഷയെ എതിർക്കുന്നത് അപഹാസ്യമാണ്. ഹിന്ദിയെ എതിർക്കുന്നവർ തന്നെ തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്നു. DMK നേതാക്കളുടെ തമിഴ് വാദം കാപട്യമാണെന്നും ഭാഷാ വൈവിധ്യം അംഗീകരിക്കണമെന്നും పవన్ కళ్యాణ్ പറഞ്ഞു. తమిళనాడులో తమిళ్ హిందీ రాకూడదు అంటుంటే నాకు అనిపించింది మనసులో ఒకటే, అప్పుడు తమిళ సినిమాల్ని హిందీలోకి డబ్ చేయకండి. డబ్బులేమో హిందీ నుంచి కావాలి, ఉత్తరప్రదేశ్ నుంచి డబ్బులు కావాలి, బీహార్ నుంచి డబ్బులు కావాలి, ఛత్తీస్గఢ్ నుంచి డబ్బులు కావాలి, కానీ హిందీ మాకు వద్దంటే అదెలా న్యాయం? തമിഴ് ഉൾപ്പെടെ എല്ലാ ഭാഷകളും ആവശ്യമാണെന്നും ഹിന്ദിയോട് വെറുപ്പിന്റെ ആവശ്യമില്ലെന്നും പവൻ കല്യാൺ വ്യക്തമാക്കി. പവൻ കല്യാണിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയും രംഗത്തെത്തി. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണ് സ്റ്റാലിൻ അനാവശ്യ തമിഴ് വാദം ഉന്നയിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തിയിരുന്നു. രൂപയുടെ ഔദ്യോഗിക ചിഹ്നം വെട്ടിമാറ്റി തമിഴ് ലിപിയിൽ ലോഗോ പതിപ്പിച്ച വിഷയത്തിലും തമിഴ്നാട് സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ദേശീയ മൂല്യങ്ങളെ പോലും അപമാനിക്കുന്ന DMK സർക്കാരിന്റെ ഈ ഒരു നീക്കത്തിന് കനത്ത തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ പവൻ കല്യാണിന്റെ വാക്കുകൾ നൽകുന്നത്? വിഷ്ണു, അനാവശ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭാഷാ വിവാദം തമിഴ്നാട് സർക്കാരിന് അതല്ലെങ്കിൽ DMK-ക്കും സ്റ്റാലിനുമെല്ലാം അവർക്ക് തന്നെ അതൊരു പ്രതിസന്ധിയായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിൽ ഹിന്ദിയെ എതിർത്തുകൊണ്ട് തമിഴ് വികാരം ഉണർത്തുന്നതിനും വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുന്നതിനും അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2026-ൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും വോട്ട് ബാങ്ക് ശക്തമാക്കുക, തമിഴ് വികാരം കൂടുതൽ ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തുക തുടങ്ങി വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയായിരുന്നു ഹിന്ദി വിരുദ്ധ പ്രചാരണവും ത്രിഭാഷാ നയത്തിനെതിരെയുള്ള പ്രചാരണവുമെല്ലാം DMK നടത്തിയത്. എന്നാൽ അതിനെതിരെ രൂക്ഷമായ വിമർശനം തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസി രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ പോലും മാറ്റം വരുത്തി അതിൽ തമിഴ് ലിപി ഉപയോഗിച്ചതിനെതിരെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും പവൻ കല്യാണും രൂക്ഷമായ വിമർശനം DMK നേതാക്കൾക്കെതിരെയും തമിഴ്നാട് സർക്കാരിനെതിരെയും ഉന്നയിച്ചിട്ടുള്ളത്. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം പവൻ കല്യാൺ നടത്തിയിട്ടുള്ളത്. ഹിന്ദി ഭാഷയ്ക്കെതിരെ നിരന്തരം പ്രചാരണം നടക്കുന്ന, ഹിന്ദിയെ ശക്തമായി എതിർക്കുന്ന നേതാക്കൾ തന്നെയാണ് തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിച്ച് പണം നേടുന്നത്. അത്തരത്തിൽ തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് പണം നേടുമ്പോൾ അവർക്ക് ഹിന്ദി യാതൊരു പ്രശ്നവുമില്ല. അതെന്തൊരു ന്യായമാണ് എന്നാണ് പവൻ കല്യാൺ ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഹിന്ദിയെ വെറുക്കേണ്ടതില്ല, തമിഴിനെയും വെറുക്കേണ്ടതില്ല, എല്ലാ ഭാഷയെയും ഒന്നായി കാണണം, അതല്ലെങ്കിൽ ഭാഷാ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് വേണം മുൻപോട്ട് കൊണ്ടുപോകാൻ. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭാഷാ വൈവിധ്യം അംഗീകരിച്ചേ മതിയാകൂ എന്ന വസ്തുത
കൂടിയാണ് പവൻ കല്യാൺ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ തുടർച്ചയായി സ്റ്റാലിൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷയോടൊപ്പം മറ്റു ഭാഷകളും സ്വായത്തമാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ത്രിഭാഷാ നയത്തെ ശക്തമായി എതിർക്കുകയും സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന നിലപാട് സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധവും ഒപ്പം BJPയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പരിപാടികളും നടന്നിരുന്നു. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ അറിഞ്ഞിരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും തുടർന്ന് ജോലി മേഖലയിലും അതിനെ സഹായിക്കും. പക്ഷേ സ്റ്റാലിൻ ശ്രമിക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിൽ ഹിന്ദി മുടക്കിക്കൊണ്ട് തമിഴ് ഒപ്പം സ്വകാര്യ സ്കൂളുകളിൽ ഇപ്പോഴും ഹിന്ദി പഠിപ്പിക്കുന്നു, ഹിന്ദി കൈകാര്യം ചെയ്യുന്നു. കൂടാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഹിന്ദി ഉപയോഗിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ അനാവശ്യമായ വിവാദം സ്റ്റാലിൻ ഉണ്ടാക്കുകയാണ് എന്ന കാര്യമായിരുന്നു BJP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ തമിഴ്സൈ സൗന്ദരരാജൻ്റെ കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന വലിയ ശ്രദ്ധേയമായിരുന്നു. കാരണം തമിഴിനോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ആദ്യം സ്റ്റാലിൻ ചെയ്യേണ്ടത് സ്വന്തം പേര് മാറ്റേണ്ടതാണ്. തമിഴിനോട് ചേരുന്ന അല്ലെങ്കിൽ തമിഴ് ഭാഷയോട് ചേരുന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആദ്യം അത്തരത്തിലൊരു പ്രവൃത്തിയാണ് സ്റ്റാലിൻ ചെയ്യേണ്ടത് എന്ന വിമർശനമായിരുന്നു തമിഴ്സൈ സൗന്ദരരാജൻ നടത്തിയതൊപ്പം ഭരണ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ തമിഴ് വാദവും അല്ലെങ്കിൽ പ്രാദേശികവാദവും ഉയർത്തിക്കൊണ്ട് അനാവശ്യ വിവാദമുണ്ടാക്കാൻ സ്റ്റാലിനും ഒപ്പം DMK നേതാക്കളും ശ്രമിക്കുന്നത് എന്ന വിമർശനം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും നടത്തിയിരുന്നു. ഒപ്പം അതിന് പിറകെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അനാവശ്യ വിവാദമാണ് തമിഴ്നാട് ഭാഷയുടെ പേരിൽ ഉണ്ടാക്കുന്നതെന്നും ഭാഷാ വൈവിധ്യം ഉൾക്കൊള്ളണമെന്നും ഹിന്ദിയെ എതിർക്കുന്നവർ തന്നെയാണ് തമിഴ് സിനിമ ഹിന്ദിയിലേക്ക് ഡബ്ബ് ചെയ്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് എന്ന കാര്യവും പറഞ്ഞത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ജമ്മു കശ്മീരിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും മൂലം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകി. 3 ദിവസമായി തുടരുന്ന മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും നാളെ കഴിഞ്ഞ് മാത്രമേ ശമനമുണ്ടാകൂ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഗുൽമാർഗ്, സോനാമാർഗ്, പിയർക്കി ഗലി, സോജില പാസ്, സദ്ന ടോപ്പ് അടക്കം ജമ്മു കാശ്മീരിന്റെ ഉയർന്ന മേഖലകളിലെല്ലാം കഴിഞ്ഞ 3 ദിവസമായി കനത്ത മഴയാണ് ലഭിക്കുന്നത്. ഇതിനു പുറമെ ദൂത്പത്രി, യൂസ്മാർഗ്, ഷോപ്പിയൻ, കുൽഗാം, കുപ്വാര എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയും ശക്തമായി തുടരുകയാണ്. അടുത്ത 24 മണിക്കൂറുകൾക്ക് ശേഷമേ നിലവിലെ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകൂ എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ശക്തമായ മഴയ്ക്കൊപ്പം കനത്ത മഞ്ഞുവീഴ്ചയും തുടരുന്നതിനാൽ ജമ്മു കാശ്മീരിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിലാണ്. ജൂലം, വൈഷോനല്ല, ഊളാർ എന്നീ നദികൾ കരകവിഞ്ഞു. കല്ലുവീഴ്ചകൾക്കും മലയിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. ദേശീയപാത 44 താൽക്കാലികമായി അടച്ചു. ശ്രീനഗർ, സോനാമാർഗ്, ഗുമാരി റോഡും ഭദീർവ, ചമ്പ റോഡും പൂർണ്ണമായും മഞ്ഞിനടിയിലാണ്. മുഗൾ റോഡിൽ ജില്ലാ മജിസ്ട്രേറ്റ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡ് മാർഗം സഞ്ചരിക്കുന്നവർ മുൻകൂർ അനുമതി തേടണമെന്നും ജമ്മുകാശ്മീർ പോലീസ് വ്യക്തമാക്കി. ജനം, ഡൽഹി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങൾ നേരിടുന്ന മതപരമായ വിവേചനം തുറന്നു പറഞ്ഞ ദാനിഷ് കനേറിയ തന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു. ഹിന്ദു ആയതുകൊണ്ടാണ് തൻ്റെ കരിയർ പാകിസ്ഥാൻ നശിപ്പിച്ചതെന്നും ദാനിഷ് കനേറിയ തുറന്നടിച്ചു. US-ലെ വാഷിംഗ്ടണിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ദാനിഷ് കനേറിയ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ തുടരാനാവില്ല. തന്റെ കരിയർ നശിപ്പിച്ചത് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണെന്നും ദാനിഷ് കനേറിയ തുറന്നടിച്ചു. जिस सिलसिले में हम यहाँ जमा हुए सबने अपना एक वो रखा प्रस्ताव जैसे उनके साथ ट्रीट किया गया, डिस्क्रिमिनेशन जिसने फेस किया और एक आवाज़ बुलंद की सबने, जिनके साथ, क्योंकि मेरे साथ भी ये डिस्क्रिमिनेशन वाली चीज़ हुई है, बहुत ज़्यादा हुई है, मेरे कैरियर को तबाह किया है, ख़त्म किया है और जिसकी वजह से जो इज़्ज़त, इक्वल वैल्यूज़ मुझे मिलनी चाहिए थी वो नहीं मिली. പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി പലതവണ ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്നെ നിർബന്ധിച്ചു. തനിക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സഹതാരങ്ങൾ തയ്യാറാകത്തില്ലായിരുന്നുവെന്നും കനേറിയ പറയുന്നു. और सबने, जो लोग आए हुए थे, उन्होंने सबने अपना जो है वो डिस्क्रिमिनेशन के खिलाफ बात करी है. जिस तरीके से पाकिस्तान ने ट्रीट किया है उनके खिलाफ बात की है. तो मेन मकसद वही था कि अवेयरनेस करवाना था, सबको बताना था. स्पेशली USA को भी हम बताना चाह रहे थे कि कितने लोग सफ़र करते, कितना ज़्यादा प्रॉब्लम है, तो उस पर ज़रा एक्शन ले और जो है
काफ़ी चीज़ें हैं उसको देखना बहुत ज़रूरी है। പാകിസ്ഥാന് വേണ്ടി 61 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഡാനിഷ് കനേറിയ 261 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. മികച്ച ലെഗ് സ്പിന്നർ ആയിരുന്നിട്ടും കനേറിയ മുസ്ലിമല്ല എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒഴിവാക്കുകയായിരുന്നു. പാകിസ്ഥാൻ ടീമിലെ മതപരമായ വിവേചനത്തെപ്പറ്റി ഡാനിഷ് കനേറിയ മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജനം, ഡൽഹി. സ്പേസ് എക്സ് ക്രൂട്ടൺ ദൗത്യം വിക്ഷേപണം വിജയം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബാഷ്പിൽ മോറിനെയും തിരികെ എത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:33 ക്രൂട്ടൺ ദൗത്യം വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, നിർണായകമായൊരു ദൗത്യമാണ് വീണ്ടും നമ്മൾ കാണുന്നത്. ഇത്തവണ മുൻപുണ്ടായ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യം ഏറെ വിജയകരമായി ഭവിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ഉള്ളത്? വിജയ ഘടകം എന്ന് പറയുന്നത് സുനിത വില്യംസിനും അദ്ദേഹത്തിൻ്റെ സഹാദ് ബാജ്പിൽ മോർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഏറ്റവും സുപ്രധാനമായ ദൗത്യമാണുള്ളത്. നമുക്കറിയാവുന്നതാണോ, 50 മാസമായി ഈ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ തകരാറ് മൂലം തിരിച്ചു വരാനാവാതെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിയ ഈ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരിക എന്ന സുപ്രധാനമായ ദൗത്യമാണ് ഉള്ളത്. മാത്രമല്ല മറ്റ് അടുത്ത ടീമിനെ അവിടെ എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അടുത്ത ടീമിനെ എത്തിക്കുന്നു എന്ന ദൗത്യവും നിർവഹിക്കുന്നുണ്ട് ക്രൂട്ടൺ. ഈ ക്രൂട്ടൻ്റെ തിരിച്ചുവരവിലാണ് മാർച്ച് 19 കൂടി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാസ ഔദ്യോഗികമായി അറിയിക്കുന്നത് മാർച്ച് 19 മുൻപല്ലാത്ത ഏത് ദിവസവും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി പക്ഷേ മാർച്ച് 19 കഴിയാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടി മാർച്ച് 19 കൂടി അവരെ തിരിച്ചെത്തിക്കുക എന്നാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവരെ തിരിച്ചെത്തിക്കുക എന്നതാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൗത്യമായും കണക്കാക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുലർച്ചെ 4:30 കൂടി ഇന്ത്യൻ സമയം 4:30 കൂടി ഈ വിക്ഷേപണം നടക്കുകയായിരുന്നു. നാളെ, അതായത് 15-നാണ് അത് സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുക. അതായത് അമേരിക്കൻ സമയം 15, നമ്മൾ ഭാരതത്തിൻ്റേതാണെങ്കിൽ അത് 16-ാം തീയതിയാണ് സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടാവുക. അത്തരത്തിലുള്ള പരിപാടികൾ നാളെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലായി ആ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഈ ക്യാപ്സ്യൂളിൽ നിന്നും സ്പേസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ബഷ്പിൽ മോറിനെയും സുനിത വില്യംസിനെയും തിരിച്ച് ഈ ക്യാപ്സ്യൂളിലേക്ക് കയറ്റുകയും ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ എപ്പോഴാണ് കാര്യക്ഷമമായി നടക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. ഇനി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം കൂടി വിജയിച്ചാൽ ക്രൂട്ടൺ ദൗത്യം, ഫാൽക്കൺ 9-ലെ ക്രൂട്ടൺ ദൗത്യം വിജയകരമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.